പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന സന്ദേശം ഇങ്ങനെയാണ്: ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ. ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഒരു ദൈവവചനം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പം നമ്മൾക്ക് ജീവിക്കുന്ന പരിസരത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരും അനുസരിക്കാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരുമായ ആളുകളുടെ പ്രത്യേകതയും അവരുടെയൊക്കെ അവസ്ഥയും. ചിലപ്പോൾ ഓർക്കും, നമ്മളൊരു ഈ പഴഞ്ചൊല്ലാണോ അതോ പഴമൊഴിയാണോ അതോ വചനമാണോ, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു വചനമാണോ? അല്ല അല്ലേ? എന്നതാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഗതി നമ്മൾ പറയാറുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു എന്ന്. അത് അങ്ങനെയൊക്കെ അതങ്ങ് പറഞ്ഞു നമ്മൾ ഓർക്കുന്നു, ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നില്ല, അപ്പുറത്തുള്ളവർ വിശ്വസിക്കുന്നില്ല, അപ്പുറത്തെ വശത്തുള്ളവർ എത്തേയിസ്റ്റാണ്, അന്ധവിശ്വാസികളാണ്, പിന്നെയുള്ളവരോ കൂടോത്രം ചെയ്യുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരെന്നോ, അവരൊക്കെ ഇതുപോലെ പന പോലെ വളരുന്നു. ഞാനിങ്ങനെ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചും ആരാധിച്ചും നല്ല വിശ്വാസത്തോടെ ജീവിച്ചിട്ട് ഞാനിങ്ങനെ എല്ലുപോലെ ഇങ്ങനെ മെലിഞ്ഞു വരുന്നു എല്ലാ അർത്ഥത്തിലും എന്ന്. അതുണ്ടല്ലോ, നിസാര കാലത്തേക്കുള്ളതാണ്. അത് നോക്കി അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ ഇന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവവചനമാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 4 തൊട്ടുള്ള വചനഭാഗം. എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകളുടെയും അങ്ങനെയുള്ള വീടുകളുടെയും അവസ്ഥ എന്ന് നമുക്കൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വചനഭാഗമാണ് യോന 1-ാം അധ്യായം 4 മുതൽ. നമ്മളതിൽ കാണുന്നുണ്ട്, യോനാ പ്രവാചക തൊട്ട് മുകളിലേക്ക് ആ 3-ാം വചനം, യോനായോട് ദൈവം പറഞ്ഞു, നിനിവേയിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ പാപം ചെയ്ത് ജീവിക്കുന്നവരോട് മാനസാന്തരപ്പെടാനായിട്ട് പറയ്, ഞാനാണ് അയച്ചിരിക്കുന്നത്, അവിടെ ചെന്ന് ഈ ധൈര്യമായിട്ട് പറഞ്ഞോ, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. പക്ഷേ യോന നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോയത്. താർഷീഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. ദൈവം പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞപ്പം അദ്ദേഹം കിഴക്കോട്ട് പോയി. അത്രയും വ്യത്യാസം. അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂട്ടിലൂടെ യാത്ര ചെയ്തു. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചാൽ സംഭവിക്കുന്ന ദുരിതവും ദുരന്തവും. 4-ാം വചനം, കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു, കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. അതായത് പ്രിയപ്പെട്ടവരെ, അനുസരിക്കാതെ ജീവിച്ചാൽ ആ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രക്ഷുബ്ധതയുണ്ടാകും, അസ്വസ്ഥതകൾ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ളവരുടെ വീടുകളിലും കൊടുങ്കാറ്റ് പിടിച്ച പോലെയാകും. ഒരു സുഖമില്ല, സുഖം പോയിട്ട് ഒരു സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ആകപ്പാടെ അസ്വസ്ഥത. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ കുറച്ചധികം കാറ്റുണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണ് ഈ വലിയ ശക്തമായ മഞ്ഞ് കാറ്റുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും. അതുകൊണ്ട് കാറ്റ്, കൊടുങ്കാറ്റ്, ടൊർണാഡോ, അതിൻ്റെ ഭീകരത എന്താണെന്ന് നമുക്കൊക്കെ പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതേപോലെയോ അതിൽ കൂടുതലോ ഭീകരമാണ്, ദയനീയാവസ്ഥയാണ് ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുടെയും അങ്ങനെയുള്ള താമസിക്കുന്ന വീടിൻ്റെയും അവസ്ഥ. കൊടുങ്കാറ്റ് പിടിച്ചതുപോലെയാണ്. എന്താ കൊടുങ്കാറ്റ് പിടിച്ചാൽ നേരെ നിൽക്കാൻ പറ്റിയല്ല, ആടിയുലയും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായി. അതാണ് കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, കർത്താവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവരുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരാൻ തയ്യാറാകണമെന്ന്. അതല്ലേ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത്. അയാൾ കർത്താവിനെ അനുസരിക്കാതെ ദൈവത്തെ ധിക്കരിച്ച് മാതാപിതാക്കളെ ധിക്കരിച്ച് കണ്ട വഴിക്ക് പോയപ്പം
എല്ലാം തകർന്ന് തരിപ്പണമായി അവസാനം സുബോധം വന്നു. അപ്പോൾ ആ അതിലൂടെ നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇങ്ങനെ ബോധോദയം ഉണ്ടാകാനായിട്ട്, സുബോധം ഉണ്ടാകാനായിട്ട് അവസാനം വരെ കാത്തിരിക്കരുതെന്ന്. ഇവിടെ യോനയുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. അയാൾ ആ കയറിയ കപ്പൽ ഇതാ കൊടുങ്കാറ്റ് പിടിച്ച് ആടി ഉലഞ്ഞു. രണ്ടാമതായിട്ട് 5-ാം വചനം, കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനുസരിക്കാതെ ജീവിച്ചാലേ അങ്ങനെയുള്ള വീടുകളിലുള്ള എല്ലാവർക്കും അസ്വസ്ഥതയുണ്ടാകും. ഒരാൾ അനുസരണയില്ലാതെ തോന്നിയാസം കാണിച്ച് ജീവിച്ചാൽ മതി. ദൈവത്തെ അനുസരിക്കാതെ, ദൈവമായ ഭയമില്ലാതെ വീട്ടിൽ ഒരാൾ കാണിച്ചാൽ മതി. അതിൻ്റെ അനുരണനങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. അതല്ലേ, വീട്ടിലെ അപ്പൻ നന്നായി ജോലി ചെയ്ത് ശമ്പളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് അപ്പൻ തന്നെയാണ് അനുഭവിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ ഈ നമ്മൾ പറയല്ലോ, ഗുണഭോക്താവ് ആരാ? ആ വീട്ടിലുള്ള എല്ലാവരും തന്നെയാണ്. അത് മകനായാലും മകളായാലും അപ്പനായാലും അമ്മയായാലും അധ്വാനിച്ച് പണം വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന വീട്ടിലുള്ള എല്ലാവരുമാണ്. ഇതുപോലെ തന്നെയാണ്, ദൈവഭയമില്ലാതെ ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ, ഭംഗിയില്ലാത്ത സന്തോഷമില്ലാത്ത കാര്യങ്ങൾ അനുഭവിക്കുന്നത് ആ വ്യക്തിയല്ല, ആ വ്യക്തി ഒറ്റയ്ക്കല്ല, വീട്ടിലുള്ള എല്ലാവരും തന്നെയാണ്. ഒരാൾ വീട്ടിലെ ഒരപ്പൻ നന്നായി ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, അത് മുഴുവനും കുടിച്ചു വരുന്നു, അതുകൊണ്ട് മദ്യപിച്ച് വരുന്നു. അദ്ദേഹം തന്നെയല്ല അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്, ആ വീട്ടിലുള്ള എല്ലാവരുമാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കുക, ആ കപ്പൽ യാത്രക്കാർ എല്ലാവരും പരിഭ്രാന്തരായി. അടിസ്ഥാനപരമായ കാര്യം മറന്നു പോകരുത്. ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചപ്പം, ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കാൻ തുടങ്ങിയപ്പം, ദൈവത്തെ ധിക്കരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാം. എന്തിനാ ആദത്തിൻ്റെ ഹവ്വായുടെയും കാര്യം എടുത്താൽ പോരെ? അവർ ദൈവത്തെ അനുസരിക്കാതെ അരുതെന്ന് പറഞ്ഞ കാര്യം ആകാം എന്നാക്കിയപ്പോൾ ജീവിതം മുഴുവൻ ദുസ്സഹമായി തീർന്നു, ദുരിതപൂർണമായി തീർന്നു. വലിയ വലിയ സൗഭാഗ്യങ്ങൾ അതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള കർത്താവ് ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ തളികയിൽ വെച്ച് തരുന്ന ദൈവാനുഗ്രഹങ്ങൾ അത് വിട്ടുപോകാൻ, നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വലിയ വലിയ കാര്യമൊന്നും ചെയ്യണ്ട, അനുസരിച്ചാൽ മതി. അനുസരിച്ചാൽ മാത്രം മതി. ഇന്ന് പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വിദ്യാർത്ഥിനികളാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിക്കുന്നു, ദൈവഭയമില്ലാതെ ജീവിക്കുന്നു. അതിൻ്റെ പേരിൽ അവർക്കൊക്കെ സംഭവിക്കുന്ന വലിയ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ജീവിതത്തിലെ തകർച്ചകൾ, ദുരന്തങ്ങൾ കണ്ടമാനമാണ്, ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, തിരുത്തുക എന്നുള്ളതാണ്. അതാണ് ഈ വചനം പറഞ്ഞത്. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിൽ പല വിശ്വാസമുള്ളവരുണ്ട്, എല്ലാവരും കൂടെ കയറി. അതുകൊണ്ട് അവർക്കറിയാവുന്ന വിധത്തിൽ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ കഥാപാത്രം യോനായോ സത്യദൈവ വിശ്വാസത്തിലുള്ള ആളാണ്, പക്ഷേ അയാൾ മാത്രം പ്രാർത്ഥിക്കാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. ഒരു തനി ഇപ്പോഴത്തെ കാലത്തെ നല്ല സത്യവിശ്വാസിയായ ക്രിസ്ത്യാനി. എന്തേ അങ്ങനെയാ? ബാക്കിയുള്ളവരൊക്കെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പം സത്യക്രിസ്ത്യാനികൾ ഞാൻ നല്ല ക്രിസ്ത്യാനിയല്ലേ, അതുകൊണ്ട് പ്രാർത്ഥനയൊന്നും വേണ്ട. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഉൾഭയങ്ങൾ, ടെൻഷനുകൾ, അസ്വസ്ഥതകൾ തൊടുന്നതിന് മുഴുവൻ. കുറച്ച് ദിവസം മുന്നാണേ ഒരു ഭാര്യയും ഭർത്താവും അവരിങ്ങനെ അങ്ങേറ്റത്തെ അസ്വസ്ഥതയോടെ ടെൻഷനോടെയാണ് വന്നത്. പ്രശ്നം ഇതാണ്, അവർ പറമ്പിൽ എന്താണ്ട് കിളച്ചുകൊണ്ടിരുന്നപ്പം
അവിടെ നിന്നും ഒരു തകിട് കിട്ടി. അതാണ് പ്രശ്നം. ആകെ ഭയന്ന് വിറച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തകിട് കിട്ടിയിട്ട്. ഞാൻ തമാശയിൽ ചോദിച്ചേ, അങ്ങനെ കളിച്ച് തകിടയിൽ കൊണ്ടിട്ട് തൂമ്പയ്ക്ക് വല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അതല്ല അച്ഛാ ഇത് പ്രശ്നം. എന്നിട്ട് ഞങ്ങളൊരാളെ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കരമായ കൂടോത്രം മന്ത്രവാദം ഒക്കെ ഇങ്ങനെ പൂജിച്ച് അടിച്ച് കയറ്റി വെച്ചിരിക്കുന്ന തകിടാണ് എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് ഭയപ്പെട്ട്, വചനത്തിൽ പറഞ്ഞ പോലെ പരിഭ്രാന്തപ്പെട്ടാണ് വന്നത്. അപ്പോൾ ചോദിച്ചു, എന്നാ ആദ്യൂർ മാമോദീസ സ്വീകരിച്ചത്? അത് പിന്നെ ചെറുപ്പത്തിൽ. എന്നാ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്? അത് 10ാമത്തെ വയസ്സിൽ. ഇപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവർക്കൊരു 35-40 വയസ്സുണ്ടേ. ഇത്രയും വർഷമായി. ഇതാണ് പ്രശ്നം. വിശ്വാസം ഉള്ളിൽ കയറിയില്ല. ഒക്കെ ഒരു ആചാരം അനുഷ്ഠാനമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് പ്രശ്നം പറ്റുന്നത് എന്നതാ, വചനം പറയുന്നതോ വിശുദ്ധ കുർബാന പറഞ്ഞു തരുന്നതോ ദിവ്യകാരുണ്യം പറഞ്ഞു തരുന്നതോ കർത്താവ് ശംശകായോ മാതാവോ പറയുന്നതല്ല പ്രധാനം. ഒരു കണിയാൻ പറയുന്നതാണ്, ഒരു ആശാരി പറയുന്നതാണ്, ഈ വഴി കൂടെ പോകുന്ന ഒരാൾ പറയുന്നതാണ് പ്രമാണമായിട്ടെടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതാ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അത് എടുത്ത് ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലോ എവിടെയെങ്കിലും ഇട്ടാലേ, ആ ഇത്ര വലിയ സംഭവമായിട്ട് എടുക്കണ്ട. അപ്പം ഞാൻ ഉള്ളിലോർത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോടെ പറയാനായിട്ട്. അപ്പോൾ പറഞ്ഞു, അല്ലച്ചാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. എന്നാ പറഞ്ഞു, ഇന്ന് തന്നേരെ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വല്ലതും തലേണയുടെ അടിയിൽ വെച്ചാലേ നല്ല ഉറക്കം കിട്ടുകയുള്ളൂ. ഇതേ മേടിച്ചു. ഇന്ന് ആഗ്രഹമുണ്ട്, ഇതേ എൻ്റെ മുറിയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ കുറേ ഈ പാമ്പിൻ്റെ തലകൾ, ഈ പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ വരച്ചത്, പല ചിഹ്നങ്ങളുള്ളത് കുറേ അവിടെയുണ്ട്. എനിക്കാണെങ്കിൽ സുഖസുഷുപ്തിയാണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള എന്തേ ഉള്ളു പരിഭ്രമിക്കേണ്ട കാര്യമില്ലാത്ത ഇത് ഇത്രയേ ഉള്ളൂ. ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ പാവങ്ങൾക്ക് 2 ആഴ്ചയായിട്ട് ഉറക്കമില്ലായിരുന്നു, അസ്വസ്ഥപ്പെട്ടു. സ്ഥിരതയുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ യോനായുടെ കാര്യം നോക്കി, അയാൾ പ്രാർത്ഥിക്കുന്നില്ല, അയാൾ വിശ്വാസത്തിൽ നിന്നും ഒക്കെ പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ആകുന്നു. മറ്റുള്ളവർ ഇങ്ങനെ പരിഭ്രാന്തരായി താന്താങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരാൾ ദൈവത്തെ അനുസരിക്കാതെ ഒരു കപ്പലിലേക്ക് കയറിയപ്പോൾ നോക്കുക, പിന്നെ അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരും അസ്വസ്ഥരാകുന്നു, സകലരും. ഇത് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങനെ ഒരാളാക്കി തീർക്കല്ലേ എന്നെ എന്ന്, യോനായെപ്പോലെ ആക്കല്ലേ എന്ന്, ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന അവസ്ഥ വരുത്തല്ലേ എന്ന്. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോഴാണ് നോക്കുക, പിന്നെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുസരിക്കാതെ ജീവിച്ചാൽ സംഭവിക്കുന്ന ദുരന്തമാണ് പിന്നത്തെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താണെന്നോ, അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നത്. അല്ലാതെ ഇത് വലിയൊരു തത്വമായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊന്നുമല്ല. അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യമുണ്ട്. നോക്കി നിൽക്കുമ്പം കൈവിരൽ ഇങ്ങനെ അകത്ത് പിടിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ സാമ്പത്തികമായി എല്ലാം അങ്ങോട്ട് നഷ്ടപ്പെടും. ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ്. നോക്കുക, അത്ര മനോഹരമായി അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാ ചരക്കുകളുമാണ്. 10 കണക്കിനുള്ള സാധനങ്ങളൊക്കെ സ്വയം എടുത്ത് അവർ കടലിലേക്ക് എറിഞ്ഞു. നോക്കി നിൽക്കുമ്പം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകും ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചാൽ. ദൈവത്തെ അനുസരിക്കാതെ ഇസ്രായേൽ ജനം ജീവിച്ചു. എത്ര പ്രാവശ്യമാണ് അവർ അടിമത്തത്തിൽ പോയി. ബാബിലോൺ അടിമത്തത്തിൻ്റെ കാരണം നമുക്കറിയാം, ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ടാണ്. 7 വർഷത്തിൽ 1 ഭൂമി മുഴുവൻ തരിച്ചിടണമെന്ന് ഇങ്ങനെ ദൈവം പറഞ്ഞിരുന്നു. 7 വർഷത്തിൽ 1 വർഷം, 6 വർഷം ജോലി ചെയ്തതിന് ശേഷം 7-ാം വർഷം
കൃഷിയൊന്നും ചെയ്യരുത്, തരിശു ഭൂമിയായിട്ട് ഇടണം. എന്നിട്ട് അടുത്ത വർഷം തൊട്ട് വീണ്ടും 6 വർഷം. പക്ഷേ ഇസ്രായേൽക്കാർ ചിന്തിച്ചേ, അങ്ങനെ ഇടുന്നത് ഒരു വർഷം മുഴുവൻ അങ്ങനെയൊക്കെ ഇടുന്നത് നഷ്ടമല്ലേ, ഒരു വർഷത്തെ വിളവ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ അതൊന്നും അനുസരിക്കാതെ 7-ാം വർഷവും കൃഷി ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് അപ്പോൾ 7-ാം വർഷം കൃഷി ചെയ്തതിൻ്റെ പേരിൽ പിന്നത്തെ വർഷം നോക്കിയപ്പോൾ ദൈവം ശിക്ഷിച്ചോ? ഒരു കുഴപ്പമില്ലല്ലോ. പിന്നത്തെ വർഷവും കൃഷി 6 വർഷമല്ല 7 വർഷം കൃഷി ചെയ്തു, ഒന്നും പറ്റിയില്ല. പക്ഷേ അടി പിന്നാലെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 70 വർഷം ഇവർ ദൈവത്തെ അനുസരിക്കാതെ കൃഷി ചെയ്തു, വിളവുണ്ടാക്കി. നെബൂഖദ്നേസർ വന്ന് ഇസ്രായേൽ ജനതയെ പിടിച്ച് അടിമത്തിലേക്ക് കൊണ്ടുപോയിട്ട് ബാബിലോണിൽ ഇവർ 70 വർഷമാണ് അടിമകളായി കഴിയേണ്ടി വന്നത്. 70 വർഷം അനുസരണക്കേട് കാണിച്ചു, 70 വർഷം അടിമത്തത്തിൽ ജീവിക്കേണ്ടി വന്നു. ഇതാണ് അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് വല്ലാത്ത ദുരവസ്ഥയാണ്. അത് ചിലപ്പോൾ ഓർക്കും, 7-ാം കൊല്ലം ഇങ്ങനെ ജോലി ചെയ്തിട്ട് കൃഷി ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതൊക്കെ വെറുതെ പറയുന്നത്. അടുത്ത 14-ാം വർഷവും ജോലി ചെയ്തിട്ട് യാതൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ പറയും ഇതൊക്കെ വെറുതെ നമ്മളെ പിപ്പിടി കാണിച്ച് പേടിപ്പിക്കാൻ പറയുന്നതാണ്. വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 70 കൊല്ലം കഴിഞ്ഞപ്പം 70 വർഷത്തേക്ക് അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ പക്ക ദാരിദ്ര്യത്തിലെത്തും. അതാ പറഞ്ഞേ, നോക്കി നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ഇങ്ങനെ അവരൊക്കെ വളരുന്നല്ലോ ഉയരുന്നല്ലോ എന്നോർത്ത് ഒരു തരത്തിലും പരിഭ്രാന്തരാകേണ്ട, ഒരു തരത്തിലും വിശ്വാസം വെടിയണ്ട. അതൊക്കെ ക്ഷണം നേരത്തേക്കുള്ളൂ, കുറച്ച് വർഷത്തേക്കേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ ആറ്റുതീരത്ത് നട്ട മരം പോലെ എന്നും തഴച്ചു വളർന്ന് കിളിർത്ത് നിൽക്കും. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെ എല്ലാ വസ്തുക്കളും കടലിലേക്ക് എറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അവർ ദരിദ്രരായി, ഭക്ഷണമില്ലാത്ത അവസ്ഥയായി. ഇനി വചനം പറയും, എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇവരുടെ പ്രശ്നം എന്നാ? ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്നാണെന്നോ? ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവരുടെ പ്രശ്നം. വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊന്നും ഇങ്ങനെയുള്ളവരെ ബാധിക്കില്ല. കഴിക്കാനായിട്ട് നല്ല ഭക്ഷണമില്ലേ? ഇതുപോലെ അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്ന ഒരപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ ആരായാലും ഇതൊന്നും ഒരു വിഷയമല്ല, ഒരു പ്രശ്നവുമല്ല അവർക്ക്. ഇനി മകന് രോഗമാണോ, ഭാര്യയ്ക്ക് അസുഖമാണോ, ഇതുപോലെയുള്ള ഒരു അപ്പനാണ് ഭർത്താവാണെങ്കിൽ അതൊന്നും അവരെ ഏശുന്ന പ്രശ്നമല്ല. നല്ല വസ്ത്രമില്ല, അതും കുഴപ്പമില്ല. വീടിങ്ങനെ ചോർന്നൊലിക്കുന്നതാണ്, അതും പ്രശ്നമില്ല. അതായത് ജീവിതത്തിൽ വീട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഒരു കാര്യങ്ങളും ഇവരെ ഏശില്ല. ഇവർ അതൊന്നും ഒരിക്കലും ശ്രദ്ധിക്കില്ല. അതാണ് ഇവിടെ ഈ കപ്പലിലുള്ള എല്ലാവരും ചാകാൻ മരണപ്രാളം കാണിക്കുന്നു. നമ്മുടെ ആളാകട്ടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാണ്, ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിക്ക് സങ്കടം ഉണ്ടായ ഒരു കാര്യമാണ്. ഒരു കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. അതിൻ്റെ ബന്ധുവായ ഒരു അമ്മയുടെ കൂടെ ഇവിടെ വന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ചോദിച്ചു. ഇവന് പഠിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, കൊച്ചിൻ്റെ അപ്പൻ എന്തിയേ? അപ്പൻ ഈ സ്വന്തം മകനെ വിട്ട് വർഷങ്ങൾക്ക് മുന്നേ വേറൊരു പെണ്ണിനെയും കൊണ്ട് പോയി, കെട്ടിപ്പോയി. ചോദിച്ചു, അമ്മ എന്തിയേ? ഇതിപ്പോൾ അമ്മമ്മയുടെ കൂടെ വന്നേക്കുന്നത്. അമ്മ എന്തിയേ? അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പം അമ്മ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഈ കൊച്ചു മാത്രം ഇപ്പം 10ലാണ്. അമ്മാമ്മയാണ് സംരക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ആ കൊച്ചിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ വല്ലാത്തൊരു വിങ്ങലാണ്. നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നൊരു കൊച്ച്.
എങ്ങനെ പഠിക്കും? എന്ത് പഠന സാഹചര്യങ്ങളുണ്ട്? അങ്ങേയറ്റം പാവപ്പെട്ടതും ദാരിദ്ര്യം നിറഞ്ഞതുമായൊരു വീടാണ്. കുറേ അകലെ നിന്നാണ് അതുങ്ങൾ ആ അമ്മാമ്മ മകനെയും കൂട്ടി വന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. ചിലർക്ക് വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്നവർക്ക് ഒരു വിഷയമല്ല. ഈ കൊച്ചെങ്ങനെ ജീവിക്കും, എങ്ങനെ പഠിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് അപ്പനൊരു വിഷയമല്ല. അപ്പൻ കണ്ട ആളുടെ കൂടെ പോയി. തൻ്റെ മകൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ പഠിക്കും, എങ്ങനെ വളരുമെന്ന് അതിൻ്റെ അമ്മയ്ക്കൊരു വിഷയമല്ല. അമ്മ വേറൊരാളുടെ കൂടെ പോയി. ഈ പാവം നടുക്കടലിൽ പെട്ട പോലെ ഇതാ ഉഴറുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യോന ഇതൊന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്നുറങ്ങി. ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പം സംഭവിക്കുന്ന ദുരന്തമാണിത്. ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പം. എന്നിട്ട് ഇത്രയും ആയപ്പോൾ മറ്റുള്ളവർ വന്ന് ഇയാളെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. ഇത് വായിച്ചപ്പം ഞാൻ എന്നെ തന്നെ കൂട്ടി യോജിപ്പിച്ചേ. എങ്ങനെയാണെന്നോ, ഇതിൽ പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഇതാ ആരാധന നടത്തുന്നു, ഇത് നയിക്കുന്നു, ശരിയാണ്. പക്ഷെ ഞാനിങ്ങനെ അലസനായും ഉഴപ്പിയും കൊന്ത ചൊല്ലാതെയും കുർബാന ചൊല്ലാതെയും വചനം വായിക്കാതെയും ഒക്കെ നടക്കുന്നത് ഈ ചേട്ടൻ കണ്ടു. കുറേ നാളായി കാണുന്നു ഈ കാനാട്ടച്ചൻ വചനം വായിക്കുന്നില്ല, കൊന്തയും ചൊല്ലുന്നില്ല, ഒരച്ഛനല്ലേ കുർബാന പോലും ചൊല്ലാതെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം സ്നേഹത്തോടെ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെ? അച്ഛനൊരു അച്ഛനല്ലേ അച്ഛ, അച്ഛൻ കുർബാന ചൊല്ലച്ച, അച്ഛനാ ഇങ്ങനെ ആരാധന നടത്തുന്ന അച്ഛനല്ലേ, കൊന്ത ചൊല്ലച്ച. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാ അല്ലേ? എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരിക. ഇത് തന്നെയാണ് യോനായാണ് ഇത് പറയേണ്ടത് ബാക്കിയുള്ളവരോട്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്ക്, സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോനായാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ആ മനുഷ്യനെ മറ്റുള്ളവരാണ് ഓർമ്മിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, നീയൊന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് തകർച്ച, ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം, അവരെല്ലാവരും കൂടെ എടുത്ത് ഇയാളെ കടലിലേക്ക് എറിഞ്ഞു. മഹാദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും ആണ്ടുപോകുന്ന അവസ്ഥയാകും ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ. ഇതാണ് ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ, നടുക്കടലിലേക്ക് എറിയപ്പെട്ടവരുടെ അവസ്ഥ. പിന്നെയുണ്ടല്ലോ കയ്യും കാലും ഇട്ടടിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അപ്പോൾ ചോദിക്കുക, യോന രക്ഷപ്പെട്ടല്ലോ എന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് കരുതി രക്ഷപ്പെടാൻ കാരണം ആ മനുഷ്യൻ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട് ചങ്കുപൊട്ടി കർത്താവിനെ വിളിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ നടുക്കടലിലേക്ക് എറിയപ്പെട്ടതുപോലെയാണ്. അതിന് ഇടം കൊടുക്കരുത്. കർത്താവിനെ അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കണം.